നമസ്കാരം. 2026 മാർച്ച് മാസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസമാണ്. അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മാസം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 വർഷമൊക്കെ മുമ്പ് മാരുതി സുസുക്കിയുടെ ഓൾ ഓവർ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ഷെയർ ഒരു 50% മുകളിൽ നിന്നിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും, അതായത് 2026 മാർച്ച് മാസം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം 37.3% മാർക്കറ്റ് ഷെയർ മാത്രമാണ് മാരുതി സുസുക്കിക്ക് ഉള്ളൂ എന്നുള്ളത്. അതൊരു വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ടാറ്റയും മഹീന്ദ്രയും, അതുമാത്രമല്ല കൊറിയൻ മാനുഫാക്ചർ ആയിട്ടുള്ള ഹ്യുണ്ടായിയുടെയൊക്കെ മികച്ച പ്രകടനം അതിനെ കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 മാർച്ച് മാസത്തിൽ 1,66,219 യൂണിറ്റുകളാണ് മാരുതി സുസുക്കിക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തൊട്ട് രണ്ടാം സ്ഥാനത്തുള്ള ടാറ്റ മോട്ടോഴ്സ് 66,192 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 37.34% ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മാരുതി സുസുക്കിയും രണ്ടാം സ്ഥാനത്തുള്ള ടാറ്റയും തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 24% ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14.87% ടാറ്റ മോട്ടോഴ്സിൻ്റെ 2026 മാർച്ച് മാസത്തിലെ മാർക്കറ്റ് ഷെയർ. ഇപ്പം മഹീന്ദ്രയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രണ്ടാം സ്ഥാനത്തുള്ള ടാറ്റ മോട്ടോഴ്സും മൂന്നാം സ്ഥാനത്തുള്ള മഹീന്ദ്രയും തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസ് മാത്രമാണുള്ളത്. 66,192 യൂണിറ്റുകൾ ടാറ്റ മോട്ടോഴ്സ് വിറ്റെങ്കിൽ മഹീന്ദ്ര 60,072 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 13.50 2026 അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഏകദേശം 1% അല്ലെങ്കിൽ 1-2% നമുക്ക് പറയാം. അത്രയും ഡിഫറൻസ് മാത്രമാണ് ഈ 2-3 സ്ഥാനത്ത് ഉള്ളവർ. ഇനിയിപ്പം 4ാം സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായി ആണ്. 55,064 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 2026 മാർച്ച് മാസത്തെ കാര്യമാണ് പറഞ്ഞത്. അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 12.37%. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് 2, 3, 4 സ്ഥാനങ്ങളിൽ നിന്നാണ്. രണ്ടാം സ്ഥാനത്തുള്ള ഹ്യുണ്ടായി ഒരൊറ്റയടിക്ക് 4ാം സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചത് ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും തമ്മിലാണ്. തീർച്ചയായിട്ടും വലിയൊരു ഇൻട്രോ ആയിരുന്നു, എന്നാലും പറയേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ ഒരു മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു 2026 മാർച്ച് മാസത്തിൽ. കാരണം ഇഗ്നിസ് നിർത്തലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളുടെ അപ്ഡേഷൻ ഇനി വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ മൈനറായിട്ടുള്ള കോസ്മെറ്റിക് അപ്ഡേഷൻസ് കൊണ്ടുവന്ന് 2025 സെപ്റ്റംബർ 22 വന്ന GST 2.0 റിഫോംസിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ കോസ്മെറ്റിക് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ട് വാഹനങ്ങളുടെ വില കൂട്ടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. മഹീന്ദ്രയുടെ ഥാർ എന്ന് പറയുന്ന വാഹനം, അതായത് റിയർ വീൽ ഡ്രൈവ് RWD മോഡലിനൊക്കെ ഇപ്പോൾ 30,000 രൂപ കൂടിയിട്ടുണ്ട്. മാരുതി സുസുക്കി ഉടൻ തന്നെ വാഹനങ്ങളുടെ വില കൂട്ടാൻ പോവുകയാണ്. ഹ്യുണ്ടായി ഓൾറെഡി വാഹനങ്ങളുടെ വില കൂട്ടിക്കഴിഞ്ഞു. ടൊയോട്ടയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങൾ, വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 11ാം സ്ഥാനത്ത് വന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ്. 14,545 യൂണിറ്റുകളാണ് ടോട്ടൽ സ്വിഫ്റ്റിന് വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ 10ാം സ്ഥാനത്തേക്ക് വന്നത് മറ്റൊരു വാഹനമാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു SUV എന്ന് നമുക്ക് നല്ല രീതിക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. സ്കോർപിയോ നെയിം പ്ലേറ്റിൽ വരുന്ന 2 വാഹനങ്ങളാണ്. സ്കോർപിയോ N ഉണ്ട്, അത് മാത്രമല്ല സ്കോർപിയോ ക്ലാസിക് ഉണ്ട്. സ്കോർപിയോ ക്ലാസിക്കിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീസലിലും മാനുവൽ ട്രാൻസ്മിഷനിലും മാത്രമാണ് ആ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ സ്കോർപിയോ Nലേക്ക് വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ പ്രീമിയം വാഹനമാണ്. 6 സീറ്ററിൽ അവൈലബിൾ ആണ് ഈ ഒരു വാഹനം. മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്, ഡീസലിലും പെട്രോളിലും അവൈലബിൾ ആണ്. D1 സെഗ്മെൻറ്റിലെ SUV എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ വിളിക്കാം. 2026 മാർച്ച് മാസത്തിൽ 14,578 യൂണിറ്റുകൾ ടോട്ടൽ 2 വാഹനങ്ങളും ചേർത്ത് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്കോർപിയോ ക്ലാസിക്കിൻ്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 ലക്ഷം മുതൽ 16,70,000 വരെയാണ്. എങ്കിൽ സ്കോർപിയോ Nലേക്ക് വരുമ്പോഴത്തേക്കും 13,49,000 മുതൽ 24,34,000 വരെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മികച്ച പ്രകടനമാണ് ഈ 2 വാഹനങ്ങളും കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി 9ാം സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാരുതി സുസുക്കിയുടെ ഒരു ക്രോസ് ഓവർ SUV എന്ന നാമകരണത്തിൽ വിളിക്കുന്നൊരു വാഹനമാണ്. ഇത് യഥാർത്ഥത്തിൽ ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ്.
15,540 യൂണിറ്റുകൾ 2026 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ B2 സെഗ്മെൻറ്റ് ക്രോസ് ഓവർ SUV ഫ്രോങ്സ് ആണ്. ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ നമുക്കറിയാവുന്ന K12N എന്ന് പറയുന്ന എഞ്ചിനും ഉണ്ട്. അതുമാത്രമല്ല 1 ലിറ്റർ ടർബോ എഞ്ചിനും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അത് മാരുതി വിളിക്കുന്നത് AGS എന്നുള്ളതാണ്. നമുക്കറിയാം അത് AMD ട്രാൻസ്മിഷൻ തന്നെയാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,87,000 മുതൽ 11,98,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ്. ഇനി 8ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഇനി ഒരു അപ്ഡേഷൻ കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു വാഹനമാണ്. ചെറിയൊരു അപ്ഡേഷൻ മാത്രമാണ് ഉള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം CNG ടാങ്ക് ഈ ഒരു വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ഇനി വരാൻ പോകുന്നത്. മാരുതി സുസുക്കിയുടെ കോമ്പാക്ട് SUV ആയിട്ടുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള K15C സീരീസിൽ വരുന്ന എഞ്ചിനുള്ള ഒരേ ഒരു വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള ഒരേ ഒരു വാഹനം എനിക്ക് തോന്നുന്നു മാരുതി സുസുക്കിയുടെ ബ്രസ തന്നെയാണ്. ബ്രസയുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എടുത്തു വേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഏസിൻ സോഴ്സ്ഡ് ആയിട്ടുള്ള പ്യുർ ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. 2026 മാർച്ച് മാസത്തിൽ 16,130 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8,26,000 മുതൽ 13 ലക്ഷം വരെയാണ്. 7ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള വാഹനം മറ്റൊരു മാരുതി സുസുക്കിയുടെ വാഹനമാണ്. B2 സെഗ്മെൻറ്റിൽ വരുന്ന പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ വരാൻ പോകുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. 2026 മാർച്ച് മാസത്തിൽ 16,392 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CNGയിൽ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു റീബാഡ്ജ്ഡ് വേർഷൻ ടൊയോട്ട വിൽക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഗ്ലാൻസ എന്നുള്ളതാണ്. 5,99,000 മുതൽ 9,10,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 6ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഏകദേശം 35 വർഷത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്നൊരു വാഹനമാണ്. ഇപ്പോഴും ചെറിയ ചെറിയ അപ്ഡേഷനൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വാഹനമാണ്. മാരുതി സുസുക്കിയുടെ ടോൾ ബോയ് കോൺസെപ്റ്റിൽ വരുന്ന ഒരു വാഹനമാണ്. 6ാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് B1 സെഗ്മെൻറ്റിലെ ഒരു ഹാച്ച് ബാക്ക് വാഹനമാണ്. മാരുതി സുസുക്കി വാഗണാറാണ്. 17,025 യൂണിറ്റുകളാണ് 2026 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1 ലിറ്ററിലും 1.2 ലിറ്ററിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഈ 1.2 ലിറ്ററിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്കറിയാം K12N എന്ന് പറയുന്ന ഫ്രോങ്സിലും ബലീനോയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. എന്നാൽ K10C എന്ന് പറയുന്ന 998 cc 3 സിലിണ്ടർ എഞ്ചിനാണ് മാരുതി കൊടുക്കുന്ന മറ്റൊരു എഞ്ചിൻ ഓപ്ഷൻ. 4,99,000 മുതൽ 6,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 5ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ആരും അറിയാതെ ഒരു സൈഡിൽ കൂടെ നൈസായിട്ട് നല്ല രീതിക്ക് സെയിൽ മേടിക്കുന്ന ഒരു MPV വാഹനമാണ്. മാരുതി സുസുക്കി എർട്ടിഗയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ അതിപ്പം നമ്മുടെ മാരുതി സുസുക്കി വാഗണാർ ആണെങ്കിലും മാരുതി സുസുക്കി എർട്ടിഗ ആണെങ്കിലും ഒക്കെ ഈ സെയിൽ നമ്പർ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് CNG ഉള്ള വാഹനങ്ങൾ ഒരുപാട് ടാക്സി യൂണിറ്റുകളായിട്ട് പോകുന്നുണ്ട്. ഇവിടെ 5ാം സ്ഥാനത്ത് ഈ ഒരു വാഹനം വന്നപ്പോൾ 17,072 യൂണിറ്റുകൾ ടോട്ടൽ 2026 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 8,80,000 മുതൽ 12,94,000 വരെയാണ് മാരുതി സുസുക്കി എർട്ടിഗയുടെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള വാഹനം എപ്പോഴും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ്. ഒരു സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു വാഹനമാണ്. ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. മിഡ് സൈസ് SUVയിലെ കിങ് എന്ന് നമ്മൾ വിളിക്കുന്ന ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഡീസലിൽ അവൈലബിൾ ആണ്. N ലൈൻ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ അവർക്കുണ്ട്. MPI എഞ്ചിൻ വെച്ചിട്ടുള്ള 1.5 ലിറ്റർ പെട്രോൾ എഡിഷൻ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വാഹനവും അവർക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലും അവൈലബിൾ ആണ്. 2026 മാർച്ച് മാസത്തിൽ 17,838 യൂണിറ്റുകൾ ടോട്ടൽ പെട്രോളും ഡീസലും ഇലക്ട്രിക്കും N ലൈനും ഉൾപ്പെടെ ചേർത്ത് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 10,79,000 മുതൽ 20,20,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ലക്ഷം മുതൽ 24,69,000 വരെയാണ് ഈ ഇലക്ട്രിക് വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 3ാം സ്ഥാനത്തേക്ക് വരുന്ന വാഹനം തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 സ്ഥാനങ്ങളിൽ തന്നെ നിലനിന്നുകൊണ്ടിരുന്നൊരു വാഹനമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ്, ഒരുപാട് ഓപ്ഷൻ ഉള്ള വാഹനമാണ്, നല്ല സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ്. ഞാൻ പറഞ്ഞു വന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ കോമ്പാക്ട് SUV ആയിട്ടുള്ള നെക്സോണിനെ കുറിച്ചിട്ടാണ്. എല്ലാ അവതാരത്തിലും ഈ ഒരു വാഹനമുണ്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, ഡീസലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത് 19,000 മുകളിൽ 2026 മാർച്ച് മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത്
ഈ ഒരു സെയിൽ നമ്പറിനെ മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അതെല്ലാം കൂടെ ചേർത്ത് വരുന്ന ഒരു കണക്ക് എന്നുള്ള രീതിക്ക് കണ്ടാൽ മതി. കാരണം ഇനി ഫ്ലെക്സ് ഫ്യൂവലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. 19,810 യൂണിറ്റുകൾ ടോട്ടൽ 2026 മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 19,810 യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ കോമ്പാക്ട് SUV സെഗ്മെൻറ്റ്. അവിടെ ഇത്രയും നല്ലൊരു സെയിൽ നേടുക എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഗുണം ഉള്ളത് കൊണ്ട് തന്നെയാണ്. റവട്രോൺ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. റവട്രോക്ക് എന്ന് പറയുന്ന മറ്റൊരു എഞ്ചിനും ഈ ഒരു വാഹനത്തിനുണ്ട്. അത് ഡീസലാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7,37,000 മുതൽ 14,31,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി ഇലക്ട്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 12,49,000 മുതൽ 17,49,000 വരെയാണ് ഇലക്ട്രിക് വേർഷൻ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വന്ന വാഹനം എന്ന് പറയുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല. 2024 ഏറ്റവും കൂടുതൽ വിറ്റ ആ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വിറ്റ ഒരു വാഹനമാണ്. അത് ടാറ്റയുടെ പഞ്ചാണ്. ഇപ്പോൾ ടർബോ പെട്രോൾ എഡിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നമുക്കറിയാം CNGയിൽ വരെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്തായാലും ഈ ഒരു വാഹനം നല്ല രീതിക്ക് പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. തികച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് വലിയ കാര്യമായിട്ടുള്ളൊരു ഓപ്ഷൻസ് ഇല്ല. 20,977 യൂണിറ്റുകളാണ് 2026 മാർച്ച് മാസത്തിൽ ടാറ്റ പഞ്ചിന് മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു B1 സെഗ്മെൻറ്റ് SUV ആണ്. 5,65,000 മുതൽ 10,60,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ റീസെൻ്റായിട്ട് നല്ലൊരു അപ്ഡേഷൻ ലഭിച്ച ഒരു മോഡലാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 9,69,000 മുതൽ 12,59,000 വരെയാണ്. മുമ്പ് അപ്ഡേഷൻ ലഭിക്കുന്നതിന് മുമ്പ് ഇലക്ട്രിക് വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് 9,99,000 മുതലായിരുന്നു. ഇപ്പോൾ അത് 9,69,000 എന്നുള്ള രീതിക്കാണ്. ഇനി ഒന്നാം സ്ഥാനത്തേക്ക് വന്നുള്ളൊരു വാഹനം മാരുതി സുസുക്കിയുടെ ഡിസയറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസയറിൻ്റെ കാര്യത്തിലൊരു ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് വാഹനങ്ങൾ വിറ്റ് പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നല്ല ഭംഗിയാണ് ഈ ഒരു വാഹനം കാണാനായിട്ട്. കാരണം ഇപ്പോൾ ഡിസയർ ആയിക്കോട്ടെ സ്വിഫ്റ്റ് ആയിക്കോട്ടെ രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള മുഖഭാവം ഇപ്പോൾ ഉണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനത്തിൽ സെക്ടൽ E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനാണുള്ളത്. 21,224 യൂണിറ്റുകൾ 2026 മാർച്ച് മാസം ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു 1 മുതൽ 10 വരെയുള്ളൊരു സ്ഥാനം നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ സ്കോർപ്പിയോ ആയിക്കോട്ടെ, സ്കോർപ്പിയോ ക്ലാസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ക്രെറ്റ ആയിക്കോട്ടെ, അങ്ങനെ വിരളമായിട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങൾ എന്നുള്ള രീതിക്ക് വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാരുതി സുസുക്കിയുടെ വൈഡ് റേഞ്ച് ഓഫ് സെഗ്മെൻറ്റുകളാണ് ഇത്തരത്തിൽ അവരുടെ സെയിൽ നമ്പർ ഉയർത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.